ഹായ് അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് സൈറൂസ് വേൾഡ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കേട്ടോ. ആ ബെല്ലൈക്കനും കൂടി അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എൻ്റെ പുതിയാപ്പിളിൻ്റെ അനിയൻ്റെ മോളെ നിക്കാഹ് വൈകിട്ട് കഴിഞ്ഞിരിക്കണം പള്ളിയിൽ വെച്ചിട്ട്. അതിന് ശേഷം പെണ്ണ് കാണലും മഹർ കെട്ടാൻ വരുത്തായിരുന്നു കേട്ടോ. അത് അവിടെ അടുത്തുള്ള കല്യാണപുര എന്നുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു. അങ്ങനെ പുതിയാപ്പിളിൻ്റെ വീട്ടുകാരൊക്കെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്, കുറേ ആൾക്കാർ എത്താനുണ്ട്. അപ്പം അതിന് വെയിറ്റ് ചെയ്ത് അവർ നിൽക്കുകയാണ്. കുറച്ച് ലേറ്റ് ആയിരുന്നു. നമ്മൾ ഹോളല്ലേ, വീട്ടിലാണെങ്കിൽ കുറച്ച് ലേറ്റ് ആയിരുന്നു പ്രശ്നമില്ല. അപ്പം നമുക്ക് അതിൻ്റെ ഒരു തിക്കും തിരക്കും ഒരു ബേജാറുണ്ടായിരുന്നു. അവരൊന്ന് വന്ന് വേഗം ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം. എല്ലാവരും രാത്രി അതിനെക്കൊണ്ട് എല്ലാവർക്കും വീട്ടിൽ പോകണ ആ ഒരു തിക്കും തിരക്കും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ എല്ലാവരും എത്തി. അവരെ എത്തിയിട്ട് ഫലമില്ല. ചെക്കൻ്റെ ഫ്രണ്ട്സുകൾ പിന്നെ നല്ല ബാൻഡും മേളവും പിന്നെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പം അവരും കൊണ്ട് കയറാൻ ഇത്തിരി പിന്നെയും ലൈറ്റായി. അപ്പോൾ നമ്മൾ പറഞ്ഞ് നിങ്ങളൊക്കെ കയറിയിട്ട് വെള്ളം കുടിച്ച് കയറിക്കോളൂ. അങ്ങനെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് അവരൊക്കെ കയറി, പെണ്ണുങ്ങളൊക്കെ കയറിയിരുന്നു. നല്ലതല്ലേ നമുക്ക്. പുതിയാപ്പിള കയറി കഴിഞ്ഞാൽ നമുക്ക് പെണ്ണിനെ സ്റ്റേജിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് പിന്നെ ഇവർ വേഗം കയറട്ടെ എന്നുള്ള നിലക്ക് എല്ലാവരും വേഗം വേഗം കയറി ഇരുന്ന ശേഷമാണ് പുതിയാപ്പിള ഫ്രണ്ട്സുകളും വരുന്നത് കേട്ടോ. ഇതിൽ നമ്മൾ കുറേ പരിചയക്കാരുണ്ട്. നമ്മൾ കുടുംബം തന്നെ, പരിചയം മാത്രമല്ല കുടുംബക്കാർ, നാത്തൂൻ്റെ മൂത്തച്ചിയും അവരുടെ അനിയത്തിയും അവരുടെ മക്കളൊക്കെ ഉണ്ട്, അവരൊക്കെയാണ് ഇത്. അപ്പോൾ നമ്മൾ പരിചയമുള്ളവരൊക്കെ ആകുമ്പോൾ കുറേ നേരം സംസാരിച്ച്, നമ്മളൊക്കെ പുറത്തുനിന്ന് തന്നെ കുറേ നേരം സംസാരിച്ചു. അവരോട് കയറാൻ പറ്റില്ല, അവർ കയറാന്നൊക്കെ, എല്ലാവരും ഒന്നിച്ച് കയറാന്നുള്ള നിലക്ക്. അങ്ങനെ പുതിയാപ്പിളിൻ്റെ ഫ്രണ്ട്സുകൾ കുറച്ചൊരു ഇതാ, നിങ്ങൾ ബാൻഡും മേളൊക്കെ കേട്ടില്ലേ. അപ്പൊ അവരെ കളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ കല്യാണം ആകുമ്പോൾ, കല്യാണമല്ല നിക്കാഹാകുമ്പോൾ അങ്ങനെ തന്നെയാണ്. കല്യാണം തന്നെ നമ്മളതിൽ നിക്കാഹ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ മാതിരിയാണ്. മറ്റേ എല്ലാവരും പറയും ചോറ് കൊടുക്കലാണ്. ഇതാണ് ശരിക്കും പ്രാധാന്യം. അതിനെക്കൊണ്ട് തലേന്നൊക്കെ നല്ല പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ ചെറിയ പരിപാടികൾ, വലിയ പരിപാടിയായിട്ടൊന്നുമല്ല, വീട്ടിൽ വെച്ച് നമ്മൾ മാത്രമുള്ള ചെറിയ ചെറിയ പരിപാടികൾ ആയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സുകളാകുമ്പോൾ ഫ്രണ്ട്സുകൾ കൂടിയാൽ അങ്ങനെ ആണല്ലോ. അങ്ങനെ പിന്നെ എല്ലാവരും അവരൊക്കെ വന്ന് കയറിയിരുന്ന ശേഷം നമുക്ക് പിന്നെ പെണ്ണിനെ എൻട്രി ഉണ്ടല്ലോ. ആദ്യം പ്യാപ്പിളിനെ എങ്ങനെയെങ്കിൽ കയറി കിട്ടട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും പ്യാപ്പിള കയറി കഴിഞ്ഞ് അവരൊന്ന് സ്റ്റേജിൽ ഇരുത്തി കഴിഞ്ഞാലല്ലേ നമുക്ക് പെണ്ണിനെയും കൊണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പൊ അവരെ ബാൻഡ് നിർത്തുന്നേ ഇല്ല. ഞാൻ പോയി പറഞ്ഞു നിങ്ങളൊന്ന് ബാൻഡ് നിർത്തോ, കാരണം നമുക്ക് പെണ്ണിനെ എൻട്രിക്ക് വേറൊരു പാട്ടാണല്ലോ. ലാസ്റ്റ് അതൊക്കെ പാട്ടൊക്കെ വെച്ച്, പക്ഷെ അവര് പൈതിക്കുന്നു. പിന്നെ ഇവരെ ഫ്രണ്ട്സുകൾ വന്നിട്ട് പാട്ട് മാറ്റി. അതിനെ കൊണ്ട് ഞാൻ ആ പാട്ട് എൻട്രീൻ്റെ പാട്ട് ഇടുന്നില്ല കേട്ടോ. അപ്പൊ പുതിയാപ്പിള എത്തി, സ്റ്റേജിൽ കയറിയിരുന്ന് പിന്നെ കുറച്ച് ഫോട്ടോസാണ്. പക്ഷെ ഫോട്ടോ ഒന്നും നല്ല വൃത്തിയിൽ എടുക്കാൻ പറ്റുമോ ചോദിച്ചാൽ എടുക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയണം. കാരണം നമുക്ക് ഇങ്ങനെ സ്റ്റേജൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോഴാണ് ഫോട്ടോ ഒക്കെ ഭംഗിയുണ്ട്. പക്ഷെ നമ്മളൊക്കെ തല തിരിച്ചെടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെണ്ണിനായിട്ട് എല്ലാവരും വരാണ്. കുഞ്ഞു മക്കളായിരുന്നു കേട്ടോ മുന്നിൽ ഇങ്ങനെ ബൊക്കെയൊക്കെ ആയിട്ട്. അതൊക്കെ നമ്മളെ ചെറിയ കുഞ്ഞിപ്പങ്ങൾ ഒക്കെ ഉണ്ടാക്കി കൊടുത്തതാണ്. നമുക്ക് അതൊക്കെ ഭയങ്കര ഒരു ആഗ്രഹമാണ്. ആരെ കല്യാണം ഉണ്ടെങ്കിലും അവളാണ് അതിനൊക്കെ മുൻപിൽ നിൽക്കുക. എല്ലാ കാര്യത്തിനും അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ, കുട്ടികളായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ അവർക്ക് ഒരേപോലെ ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവൾ തന്നെ എല്ലാത്തിനും മുൻകൈ എടുത്ത് എല്ലാത്തിനും മുൻകൈ എടുത്ത് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് നമ്മളെ കല്യാണത്തിനൊരു കല്യാണം നിക്കാഹ് എന്തായാലും അതൊരു ഭയങ്കര ഒരു വലിയ പരിപാടിയായിട്ട് ഉണ്ടാവും. കാരണം നമ്മൾ ചെറിയ പരിപാടിയാണെങ്കിൽ അത് വലുതാവും. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ ബാപ്പയും ഉമ്മയൊക്കെ കൂട്ടിയിട്ട് സ്റ്റേജിലേക്ക് കൊണ്ടുവരാണ്. മക്കൾ അവിടെ എത്തിയിട്ട് എന്താ ചെയ്യാന്ന് വിചാരിച്ച് നിൽക്കാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ് പുതിയാപ്പിൾക്ക് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ അവരട് കൊടുത്തു. പിന്നെ ഒരു പൂരം തന്നെയായിരുന്നു, പൊടിപൂരം എന്ന് പറയാം. നമ്മൾ പെണ്ണിനെ കൈ കൊടുത്ത് പിന്നെ അതാ അതേ അറിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇതിന്റെ ഒരു പൂരം എന്ന് പറഞ്ഞാൽ പൂരം തന്നെ. ഇവര് ഫ്രണ്ട്സുകൾ ഇവര് ഹോൾസൈഡ് ആയിട്ട് ഇത് ഇറക്കുന്നവർ ഇവരെ കൂടുതലുണ്ട്. അതുകൊണ്ട് ഇതിനൊരു ക്ഷാമം അവർക്കില്ലായിരുന്നു. കണ്ടോ, അവര് പിന്നെ അവരെ ഫ്രണ്ട്സുകളെ വൈഫുകളും ഉണ്ട് കൂടെ. അപ്പൊ അതിന്റെ ഒരു ഇതാണ് അവർക്ക്. കണ്ടോ, ഇങ്ങനെ എല്ലാം കൂടിയും എന്താ ഇപ്പൊ പറയാ, ശരിക്കും പറയാണ് മഹറൊന്നും കെട്ടുന്നത് മതിയായിരിക്കും ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കഴിയണില്ല. എങ്ങനെക്കോന്ന് പറയാ, എങ്ങനെയാണ് ആ പരിപാടി. നമുക്ക് പിന്നെ ഒക്കെ ഒരു ധൃതിയായി പോയി. കാരണം എങ്ങനെങ്കിലും ഇവരൊന്ന് കേറി ഇത് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ഒക്കെ കൊടുത്ത് ഇവരെ സെറ്റാക്കിയല്ലേ നമുക്കൊരു റാഹത്ത് ഉണ്ടാവുള്ളൂ. അതിനും വേണ്ടിയിട്ടുള്ള ഒരു ബത്തപ്പാടായി പോയി. പിന്നെ അത് അവർക്കൊന്ന് കേറിയിരിക്കണ്ടോ, അവരുണ്ടെങ്കിൽ എല്ലാവരുടെ മേലേക്കും ഇവരെ അടിച്ച് തകർത്ത് എന്നറിയണം. അങ്ങനെ എങ്ങനെങ്കിലും ഇവരൊന്ന്
ഇവരൊന്ന് സൈഡായാലല്ലേ നമുക്കൊന്ന് ഒരു ഫോട്ടോസ് മതിയായിരിക്കും എടുക്കാം. ലാസ്റ്റ് നമ്മളിതാ ഇങ്ങനെ നിന്ന് എങ്ങനെയോ ഒന്ന് മഹർ കിട്ടി. ഇതാ ശരിക്കും പറയാം, മഹർ കിട്ടുന്ന വീഡിയോ ഫോട്ടോസൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കുന്ന, എനിക്കൊക്കെ ഇതങ്ങനെ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഫുള്ളും നമ്മൾ തിരിഞ്ഞിട്ടാണ് ഫോട്ടോ എടുത്തത്. കാരണം ഇവരിങ്ങനെ അടിക്കന്നെ, ഒരു നിവൃത്തിയുമില്ല, അവർക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ ഫ്രണ്ട്സുകൾ കൂടുമ്പോ അവരെ കളിയിൽ പിന്നെ മറ്റുള്ള ആരും ഒന്നും പറയൂലല്ലോ. അങ്ങനെ പുതിയാപ്പിള, അതായത് മുസാഫും നിസ്കാര കുപ്പായവും ഒക്കെ ആണ് കേട്ടോ. പിന്നെ പുതിയാപ്പിളിന്റെ മുഖത്തൊക്കെ ഫുള്ളു എന്താ പറയാ, എല്ലാം കൂടി ഭയങ്കര ഇതായിപ്പോയി. ഒരു ഫോട്ടോ ശരിക്കും പറയണ വെറുതെ കിട്ടാൻ തന്നെ കുറെ പ്രയാസപ്പെട്ടു പോയി, നല്ലൊരു ഫോട്ടോ കിട്ടാന്. പിന്നെ ഫ്രണ്ട്സുകളൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയപ്പോഴാണ് പിന്നെ നമുക്കൊന്നൊരു സമാധാനം. കണ്ടോ അടിച്ച് ഇവര് ഭയങ്കര അലമ്പാണ്. ഞാൻ പറയാം നല്ലൊരു ഫ്രണ്ട്സുകളന്നെ. അത് കണ്ടോ, അതിന്റെ മുഖത്ത് ഫുൾ അടിച്ച്. ഏഹ് പിന്നെ തിരിഞ്ഞു നിന്ന് നമ്മള് പിന്നെ എല്ലാ ഫോട്ടോ എടുത്ത് അവർ കൊടുക്കുന്ന ഫോട്ടോസ് എനിക്ക് കൂടുതലായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇത് കണ്ട കണ്ട തിരിഞ്ഞു നിന്നിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്, വീഡിയോ ഒക്കെ എടുക്കുന്നത്. കാരണം ഒന്നും പറയാൻ പറ്റൂല, അവർ അവിടെ നിന്ന് ഇങ്ങനെ അടിക്കുമ്പോ ബാക്കിലേക്ക് തട്ടിക്കോട്ടെ, എന്നാലെങ്കിലും മുഖം ഒന്ന് കാണല്ലോ എന്നുള്ള നിലക്ക്. അങ്ങനെ ഇത് പുതിയാപ്പിളിന്റെ ഒപ്പാണ് കേട്ടോ. പിന്നെ ഉമ്മ, രണ്ട് പെങ്ങന്മാര്, അങ്ങനെ ഓരോരുത്തർ അവരുടെ കുടുംബക്കാരൊക്കെ ഇത് ഉമ്മാണ്. ഓരോന്നും അങ്ങനെ കൊടുത്ത് പെണ്ണ് കാണലും മഹർ, പിന്നെ മഹർ കെട്ടലും ആണല്ലോ. അപ്പൊ അതിൻ്റെതായ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അവർക്ക് ചെയ്യാൻ. പക്ഷെ ഒക്കെ അങ്ങനെ കണ്ടോ നാത്തൂന്റെ മുഖത്തൊക്കെ. ഇതൊക്കെ പെങ്ങന്മാരുമാണ്. പിന്നെ ആരാണെന്ന് ശരിക്കും പറയുകയാണെങ്കിൽ കുടുംബക്കാരും നമുക്ക് കൂടുതൽ അറിയില്ലല്ലോ, അന്ന് പരിചയപ്പെടുന്നുള്ളൂല്ലോ. അപ്പൊ ഇനിയിപ്പോ പിന്നെ അടുത്ത പരിപാടിക്ക് നമുക്ക് ഇവരൊക്കെ നല്ലോണം മനസ്സിലാവും. അപ്പൊ നമുക്ക് ഇതൊക്കെ നാത്തൂനാണെന്നാണോ, ഇത് നാത്തൂനാണ്. അങ്ങനൊക്കെ ഒരു പരിപാടി കഴിഞ്ഞ് നമ്മള് പറയും ചിരിക്കും. ഇങ്ങനെ വേം മിഠായി കൊടുക്കലൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർത്ത്. കാരണം ഇവര് പിന്നെ ഭക്ഷണം കഴിക്കാൻ ലേറ്റ് ആവും. ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാലല്ലേ ഭക്ഷണം കഴിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവര് പിന്നെ വേഗം കൊടുക്കല് കഴിച്ചതാണ് കേട്ടോ. നമ്മളാദ്യം പറഞ്ഞിന് ഫുഡ് കഴിച്ചിട്ട് കൊടുക്കാന്ന്. അപ്പൊ അവര് പറഞ്ഞ മാതിരി ഇതും കയ്യിൽ പിടിച്ച് ഫുഡ് കഴിക്കാൻ പോവാന് അത്ര ഒരു റാഹത്താവൂലല്ലോ. അപ്പൊ അതിനെക്കാട്ടി നല്ലത് ഇത് കൊടുത്തു കഴിഞ്ഞിട്ടാക്കാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും വേഗം 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 വെച്ചാൽ തന്നെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ അവിടെ പുതിയാപ്പിളിനെ അവര് അടിച്ച് നിമിർക്കുന്നുണ്ട്. മൂപ്പര് അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഇവര് ഫോട്ടോ എടുക്കട്ടെ എന്നുള്ള നിൽക്കുക. മൂപ്പര് ആ സൈഡിൽ അവിടെ പോയി നിന്ന്. അപ്പത്തേനും നമ്മൾ ഇവര് കൊടുത്ത് ഏകദേശം ഒരു കയ്യാറായപ്പോ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ടോ. കാരണം ഫുഡ് കഴിക്കാൻ ലേറ്റ് ആവില്ല, ഞാൻ പറഞ്ഞില്ല, നമ്മള് കുറച്ച് 9 മണി കഴിഞ്ഞു പോയി. നമുക്ക് ഹോളായതിനെ കൊണ്ട് കൂടുതൽ സമയം നിൽക്കാൻ പറ്റൂലല്ലോ. അപ്പൊ എന്നിട്ട് തന്നെ 10:30 11 മണി ആയിക്കണം എല്ലാരും ഒന്ന് പിരിയുമ്പോൾ. അതങ്ങനാണ്. എന്തായാലും നമ്മള് ഒരു പരിപാടിയാകുമ്പോ എങ്ങനെ ഒരു 2, 3 മണിക്കൂർ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് തന്നെ വേണ്ടി വരും. അങ്ങനെ മിഠായി കൊടുക്കല്ന്ന് പറഞ്ഞാല് നമ്മളവിടേക്കൊക്കെ ഒരു ചടങ്ങന്നായിട്ടുണ്ട് ഇപ്പൊ. ഇപ്പൊ പഴയ മാതിരിയൊന്നല്ല. അവിടുന്ന് ഇങ്ങോട്ട് കൊടുക്കുന്ന മാതിരി തന്നെ ഇവിടുന്ന് പെണ്ണിന്റെ വീട്ടിൽ നിന്നും അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. പുയ്യാപ്പളന്റെ ഉമ്മക്കും ഉപ്പക്കും പിന്നെ മിഠായി ചെക്കനിക്കൊക്കെ ആദ്യമേ കൊടുക്കലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഉമ്മമാരിക്കും ഒക്കെ അങ്ങനെ കൊടുക്കലുണ്ട്. ഇപ്പം ഞാൻ ഇതിന്റെ മുന്നത്തൊരു വേറൊരു പെണ്ണാണലിന്റെ വീഡിയോ ഇട്ടിരുന്നു, അതിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇപ്പൊ ഒക്കെ മാറിപ്പോയി. ഞാൻ പറയും കൊറോണ കഴിഞ്ഞപ്പോ കല്യാണത്തിന്റെ ഐറ്റംസ് തന്നെ മാറിപ്പോയി എന്നുള്ളത്. അല്ലെ, നമ്മൾ പണ്ടത്തെ കല്യാണം പോലെ ഒന്നല്ല. ഇപ്പൊ ഒരു നിക്കാഹായാലും ഒരു പെണ്ണ് കാണലായാലും ഒക്കെ ഭയങ്കര ആർഭാടായിട്ടാണ് ഉണ്ടാവുക. ഇതുവരെ വല്യമ്മമാരാണ് കേട്ടോ, ഒന്ന് ഉമ്മന്റെ ഉമ്മയും ഒന്ന് ഉപ്പന്റെ ഉമ്മയാണ്. അപ്പൊ അവരൊക്കെ മോതിരൊക്കെ ഇടൽ കഴിഞ്ഞ് അപ്പൊ അവരൊക്കെ സ്റ്റേജിൽ കയറി വേഗം ഒരു ഭയങ്കര ധൃതിയിലായിപ്പോയി. എല്ലാവരും വേഗം കൊടുത്ത് പിന്നെ അതങ്ങനെ തന്നെയാണ്. നമ്മള് ഒരു കാര്യങ്ങള് ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു തിക്കും തിരക്കാം. അപ്പത്തേക്കും കുറെ ആൾക്കാരൊക്കെ ഭക്ഷണം കഴിക്കാൻ, നിങ്ങള് ഹോളിൽ കണ്ടല്ലേ, കുറെ ഇത് കൊടുത്തവരൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. ഭക്ഷണത്തിന്റെ ഒരു വീഡിയോസും എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ ലാസ്റ്റ് ആയിപ്പോയി അവിടെ എത്തിയത്. കാരണം ഇതൊക്കെ കഴിഞ്ഞ് കുറച്ചെങ്കിൽ വീഡിയോ കിട്ടട്ടെ എന്നുള്ള നിലക്ക് ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തതായിരുന്നു. പിന്നെ എന്റെ പ്രേക്ഷകർ കുറെ ആൾക്കാർ കാത്തിക്കുന്നുണ്ട്, നിങ്ങളെ വീഡിയോ കണ്ടിട്ട് നമുക്ക് ഫുള്ള് കാണാന്നുള്ള നിലക്ക്. അതുകൊണ്ട് ഞാൻ പിന്നെ അത് മെനക്കെട്ട് അവിടെ നിന്ന് പിന്നെ കൊടുക്കാൻ വേണ്ടി നിന്ന്. പിന്നെ ഇവരെ കൊടുക്കലാട്ടോ, ഞാൻ അത് കൂടുതൽ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. വെറുതെ പിന്നെ കുറച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇത് രണ്ടും നാത്തൂന്റെ മൂത്തച്ഛന്റെ മക്കളാണ്. അവരെന്നെ കണ്ടപ്പോ ഹായ് പറഞ്ഞതാണ്. അതാ പിന്നെ പുതിയാപ്പൾക്കുള്ള കൊടുക്കല്. അങ്ങനെ
പെണ്ണിൻ്റെ വക, വാപ്പൻ്റെ വക, ഉമ്മൻ്റെ വക, അനിയൻ്റെ വക, എല്ലാവരുടെ വകയുണ്ട്. ഞാൻ കുറച്ചെടുത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഇത് ഉമ്മക്ക് കൊടുത്ത് കുറച്ചെടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് എടുക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം ഞാൻ അപ്പോഴേക്ക് പെങ്ങന്മാരെ വിളിക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പത്തേക്ക് ഇവിടെ കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ആങ്ങളാണ്. ഇത് ചെറിയ കുഞ്ഞാങ്ങള. ഓക്ക് 3 ആങ്ങളമാരും ഒരു മോളുമാണ് അനിയനിക്കുള്ളത്. ഇതുവരെ പിന്നെ അനിയത്തിൻ്റെ മക്കളൊക്കെ. പെണ്ണുങ്ങളെ റഹനൻ്റെ അനിയത്തിൻ്റെ മക്കളൊക്കെ. പിന്നെ ഒരു ഫാമിലി ഫോട്ടോ. അങ്ങനെയൊക്കെ ആയിട്ട് എങ്ങനെയൊക്കെയോ ചെറിയ തോതിൽ എല്ലാ പരിപാടിയും റാഹത്തായിട്ട് കഴിഞ്ഞു. ഇവർക്ക് മരണം വരെ അള്ളാഹു സന്തോഷത്തിലും സമാധാനത്തിലും കഴിയാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും വീഡിയോ കാണുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ഏത് മക്കളായാലും സന്തോഷത്തിലും സമാധാനത്തിലുള്ള ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മളത് പ്രത്യേകം നമ്മൾ ദുആ ചെയ്യണം. പിന്നെ ഇതാണ് എൻ്റെ കുഞ്ഞു നാത്തൂന്. അതിന് കൂടെ ഒരു ഫോട്ടോ എടുത്ത് പിന്നെ ഫുഡെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഭക്ഷണം കഴിക്കലൊക്കെ ഒരുവിധം അവരതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ കള്ളിക്കാർ കഴിക്കുകയാണ്. അപ്പം ഞാനൊന്ന് വന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുള്ളായിരുന്നു. സാധനമൊക്കെ ഇഷ്ടം പോലെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ മതിയായിരിക്കും എടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എല്ലാ ഫോട്ടോസും വീഡിയോസും ഒപ്പരം എടുക്കാൻ നമ്മൾ ലേറ്റ് ആയ കാരണം നമുക്ക് പെട്ടെന്ന് പരിപാടി തീർക്കാന്നുള്ള ഒരിതുണ്ടായിരുന്നു. മീനും ആടും കോയും ഞാൻ പറഞ്ഞില്ലേ എല്ലാ ചെമ്മീനും പിന്നെ ലിവറും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. മുളകിട്ടതും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഫ്രൂട്ട്സും പിന്നെ എല്ലാം എല്ലാവർക്കും അറിയാലോ എല്ലാ കാര്യം. പിന്നെ അവർ തന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ അത് ഒന്നിച്ച് ഞാനൊന്ന് ഇതാക്കി. ഇത് മഹറാണ് കേട്ടോ. ആദ്യം കൊടുത്തത് കണ്ടത് ഉമ്മ കൊടുത്ത ചെയിനും ഇതൊക്കെയാണ് സെറ്റാണ്. പിന്നെ ഇത്രയും സാധനങ്ങൾ പിന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിറ്റേന്ന് പോയിട്ടാണ് കേട്ടോ എടുത്തത്. അന്നൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അന്ന് ഞാൻ പറഞ്ഞ ലേറ്റ് ആയതിനെക്കൊണ്ട് ഞാനൊക്കെ വേഗം വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. മോളും ചെറിയ കുട്ടിയൊക്കെ ഉള്ളതല്ല. അപ്പം ഞാൻ വേഗം പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അവർ കൊടുത്ത ചുരിദാറുകൾ, മുട്ടായി, പിന്നെ വാച്ച്, മേക്കപ്പ് സെറ്റ്, അങ്ങനെ പല ഐറ്റംസ്. ഇപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പത്തൊന്നും നമുക്കൊന്നും ക്രെഡിറ്റ് ചെയ്യാൻ കഴിയില്ല. എല്ലാം ഇഷ്ടം പോലെ സാധനങ്ങളുണ്ടാവും. കണ്ടോ ചുരിദാർ ഒക്കെ നല്ല നല്ല അടിപൊളി ചുരിദാർ, ഗൗണ് അങ്ങനെയൊക്കെ ആയിട്ടോ. പിന്നെ ഐഫോണ്, പിന്നെ ബാഗ്, ചെരുപ്പ് അങ്ങനെ ആയിട്ട് പല ഇതൊക്കെ ചുരിദാറാണ് കേട്ടോ. നമ്മൾ അത് പിന്നെ പൊളിച്ചപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. അതിങ്ങനെ ബെൽപ്പ് പോലെ തുറക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. പിന്നെ അഫ്രാന്ന് പേര് എഴുതിയിട്ടൊക്കെ അവർ സെറ്റ് ചെയ്ത് അത് നല്ല അടിപൊളിയായിട്ടുണ്ട്. നിസ്കാരക്കുപ്പായവും പിന്നെ ഖുർആനും ഒക്കെ ആയിട്ട് നല്ലൊരു രസമായിട്ടുണ്ട്. അങ്ങനെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതിൻ്റെ കൂടുതൽ കുറച്ച് ഫോട്ടോസും കൂടി ഞാൻ വിട്ടിട്ടുണ്ട് കേട്ടോ. താങ്ക് യു.